ഡേസിറ കണ്ടില്ലേ, പൊളിച്ചിട്ടില്ല ഇയാൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കൈയടിക്കുകയും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടേ ഞാനങ്ങ് പൊട്ടി നിൽക്കുക. എന്ത് പറയണമെന്നറിയില്ല, എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത്. ഞാനങ്ങ് ഒരു സെക്കൻഡ് കൂടെ ചിലപ്പോൾ ഞാൻ ആ മൊമെൻറ്റിൽ നിന്നിട്ട് ചിലപ്പം ഞാനങ്ങ് അങ്ങ് വീണു പോയേനെ. ആ ലെവലിൽ ഞാനങ്ങ് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുക. എനിക്ക് മമ്മൂക്കയെ കാണണം, മമ്മൂട്ടി സാറിനെ കാണണം. അപ്പോൾ എനിക്ക് ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ബൗൺസേഴ്സായിട്ട് കുറേ ആൾക്കാരെ വേണമായിരുന്നു. അങ്ങനെ ഞാനത് അന്ന് അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവിടെ എന്നെയും കൂടെ ജോലിക്ക് എടുക്കാമോ, ഞാൻ ഒത്തിരി തടിച്ചിട്ടൊക്കെ കഴിക്കാം. അങ്ങനെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന മെഗാസ്റ്റാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു താരമായിട്ട് അങ്ങ് വളർന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ക്ലാസ് വരണ്ടേ. ഒരു മമ്മൂക്ക ചേർത്ത് നടത്തണമെങ്കിൽ ചില്ലറക്കാരനാവത്തില്ല അല്ലേ? അതൊരു വല്ലാത്തൊരു അനുഭൂതിയല്ലേ മമ്മൂക്ക ഒരാളെ പറ്റി പറയുക മമ്മൂട്ടിക്ക. അതൊരു അനുഗ്രഹമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. കാര്യം നമുക്ക് മറ്റെന്ത് അവാർഡിനേക്കാളും എന്താ പറയുക, എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ഫീലായി പോകുന്നത്. ഞാനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്ന് അദ്ദേഹം എന്നെ ആ സ്റ്റേജിൽ വിളിച്ച് കയറ്റിയിട്ട്. മമ്മൂക്കയെ ഞാൻ പലതവണ പല സെറ്റുകളിലും പോയി കണ്ടിട്ടുണ്ട്. അതൊന്നും മമ്മൂക്കയ്ക്ക് അറിയില്ലായിരിക്കും, അറിയില്ല. കാണാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ ജനിച്ച നാൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിനെയൊക്കെ ഏതെങ്കിലും വിധത്തിലേക്ക് കാണാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ദൂരെ നിന്നായാലും കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ഏറ്റവും എനിക്കൊരിക്കലും അന്ന് കാണുമ്പോൾ പോലും എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്നോ, അദ്ദേഹം ഇതൊന്നും നമ്മളെ പറ്റി നല്ല വാക്ക് പറയുമെന്നോ, ഏത് സമയത്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു സംസാരിക്കാനൊരു ഭാഗ്യമൊക്കെ കിട്ടുമെന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ സിനിമയോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയ്ക്ക് സിനിമ തന്നിട്ടുള്ള ഏറ്റവും വലിയ അവാർഡാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നതും ഈ പറഞ്ഞ എന്നെപ്പറ്റി അദ്ദേഹം നല്ല നല്ല വാക്കുകൾ പറഞ്ഞതും. ആദ്യം സംസാരിക്കുന്ന എപ്പോഴാണ് നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോട് ഒരു സീനിൽ അഭിനയിക്കുന്നത് ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമയാണ്. ഹനീഫ ദനി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടറുടെ പേര് ആ പടത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു സംഭവമുണ്ട്, അപ്പോൾ മമ്മൂക്കയോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ഓക്കെ. അല്ല, അന്ന് എനിക്ക് പരിചയമില്ല അദ്ദേഹത്തെ. അന്ന് 2017 എൻ്റെ ഓർമ്മ, 17-18 എനിക്കൊരു പരിചയമില്ല. പലവട്ടം നമുക്ക് പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നമുക്ക് അതൊരു കഥയാണ് കാണുന്നത്. നമ്മുടെ ആറ്റിങ്ങിലെ ഒരു തിയേറ്റർ വൈശാഖ എന്നാണ് എൻ്റെ പേര്, വൈശാഖ രാജൻ. അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസറൊക്കെയാണ്, കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ആറ്റിങ്ങിൽ ഒരു തിയേറ്ററിനെ റെനോവേറ്റ് ചെയ്ത് സ്വന്തം പേരിലാക്കിയിട്ട് അവിടെ ഉദ്ഘാടന ചിത്രം മായാവി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ എനിക്ക് മമ്മൂക്കയെ കാണണം, മമ്മൂട്ടി സാറിനെ കാണണം. അപ്പോൾ എനിക്ക് ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ബൗൺസേഴ്സായിട്ട് കുറേ ആൾക്കാരെ വേണമായിരുന്നു. അങ്ങനെ ഞാനത് അന്ന് അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവിടെ എന്നെയും കൂടെ ജോലിക്ക് എടുക്കാമോ, ഞാൻ ഒത്തിരി തടിച്ചിട്ടൊക്കെ കഴിക്കാം, തടിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കൊന്ന് അടുത്ത് കണ്ടാൽ മതി. എനിക്ക് മമ്മൂട്ടി സാറിനെ ഒന്ന് കാണണം. അന്ന് ഇല്ല, അത് ഞാൻ സർവീസിലില്ല. മായാവി ഗജഗണപതി ഞാൻ സർവീസിലില്ല. ഞാൻ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇവർ സമ്മതിച്ചു, അവർക്കൊരാളുകൂടെ കിട്ടിയല്ലോ എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സമയദോഷത്തിന് എന്നെ ഇട്ടത് തിയേറ്ററിൻ്റെ പുറകിലാണ്. അതുവഴി അവിടെ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയും കാര്യമൊന്നുമില്ല. ഞാനങ്ങ് സങ്കടപ്പെട്ടു. പക്ഷെ ഞാൻ ഇദ്ദേഹം വരുന്നു എന്നറിഞ്ഞ സമയത്ത് ഞാൻ പതിയെ ഒരു എഡ്ജിലൂടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നേരെ തിയേറ്ററിനകത്ത് നിന്ന് കയറി. ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നേരെ ചെന്ന് ഈ വിളക്ക് കൊളുത്തുന്നതിൻ്റെ സ്ഥലത്ത്, മീൻസ് അവിടെ കാണുന്നതിന് തൊട്ടടുത്ത് നിന്ന്, അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നത്. പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല കേട്ടോ. ഞാൻ ആകെ 2 തവണ അങ്ങനെ പോയിട്ടുള്ളൂ. അത് രണ്ടും ഒരു സിനിമ ഫംഗ്ഷൻ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, ശമ്പളത്തിന് വേണ്ടിയിട്ടോ അല്ല പറഞ്ഞില്ല. ഞാനതിന് ശമ്പളം ഒന്നും വാങ്ങിച്ചിട്ടുമില്ല ആ പരിപാടിക്കൊന്നും. എന്നെ കൂടെ നിർത്തിയാൽ മതി. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരാളിനെ കിട്ടി, അപ്പോൾ അത് അവരുടെ കൂടെ ഫുഡ് കഴിച്ചു എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ശമ്പളം കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ അദ്ദേഹത്തെ കാണുന്നത്. മിണ്ടുന്നത് ഞാൻ ഈ പറഞ്ഞ ഗ്രേറ്റ് ഫാദറിൻ്റെ സെറ്റിലാണ്. അതൊരു ഓഫീസ് സീനാണ് എടുക്കുന്നത്. അദ്ദേഹത്തിനൊരു കോൾ വരുന്ന സമയത്ത് ഞാൻ സാർ അകത്തുണ്ടെന്നറിയാതെ ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഫോണിലാണ്. അപ്പോൾ പറയും, സാറേ ഞാനിവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളാണ്, സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, സോറി സാർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കോ എന്ന് പറയും. അപ്പോൾ ഇതായിരുന്നു സീൻ. അപ്പോൾ ഇതാദ്യം ഒരു ഷോട്ട്, പല ഷോട്ടായിട്ടാണല്ലോ പോണത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഓരോ കട്ടായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതാണ് എന്നോട് ആദ്യം പറഞ്ഞു, ഇരിക്കുക, എവിടെയാണ് നാട് കാര്യമൊക്കെ. അന്നാണ് ഞാൻ സാറിനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നതും. പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടു അല്ലേ, കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാര്യം വേറെ ആർട്ടിസ്റ്റുകളാവില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു സീനാണത്. അത് ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞ പടത്തിൽ. അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം. കാര്യം നമുക്ക് ടെൻഷനാണ്. അപ്പം ഇത് ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങ് ഇരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ചായ കുടിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, കഴിഞ്ഞു പോയി. ആ ഷൂട്ട് കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ അദ്ദേഹത്തെ വണ്ണെന്ന് പറയുന്ന സിനിമയിലാണ് അഭിനയിക്കുന്നത്. കോമ്പിനേഷൻ സീനില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇൻട്രോയ്ക്ക് ഞാനാണ് ഒരു സീനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻട്രോയ്ക്ക് മുമ്പ് കാണിക്കുന്ന എന്നെ കാണിച്ച് എൻ്റെ ഒരു ലാത്തി ചാർജിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കി. അത് ട്രിവാൻഡ്രം സിറ്റിയിൽ അത് അഭിനയിക്കാൻ വേണ്ടി പോയതായിരുന്നില്ല, അത് കാണാൻ വേണ്ടി പോയതാണ് അദ്ദേഹത്തെ. അപ്പം എന്നോട് എൻ്റെ ചീഫൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തവരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പം ഡയറക്ടറും പറഞ്ഞു, അന്ന് എനിക്ക് പോലീസ് ജോലിയുണ്ട്. അപ്പോൾ അത് പോലീസ് സീനുമാണ്. ജൂനിയർ അത് ചെയ്യാമോ, കാര്യം നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറി ചെയ്ത്. അതാണ് അദ്ദേഹത്തായിട്ടുള്ള രണ്ടാമത്തെ. പിന്നെ വരുന്നതാണ് കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡിൽ ഈ പറഞ്ഞ ഡയറക്ടറും അതിൻ്റെ റൈറ്ററുമായിട്ടുള്ള റോബിയും റോണി രണ്ടുപേരും അടുത്ത ആൾക്കാരാണ്. ഈ റോബിയാണ് ഗ്രേറ്റ് ഫാദറിൻ്റെ ക്യാമറാമാൻ. അന്ന് തൊട്ട് റോബിയായിട്ട് പരിചയമുണ്ട്. അത് കഴിഞ്ഞ് റോണിയായിട്ട് 1-2 സിനിമകളിൽ അഭിനയിച്ച പരിചയമുണ്ടായിരുന്നു. അപ്പോൾ റോണിയായിട്ടൊക്കെ നല്ല അടുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നു, ചാൻസ് ചോദിച്ചത് പോലെ ഇങ്ങനെയാണ്, ചെറിയ പരിപാടിയേ ഉള്ളൂ, പക്ഷേ സാറുമായിട്ടുള്ള പരിപാടിയാണ്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ബുദ്ധിമുട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തതാണ് കണ്ണൂർ സ്ക്വാഡ്. അപ്പോൾ അന്ന് ഒരു ദിവസം, അത് മഹാരാജാസ് കോളേജിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ. അപ്പോൾ അന്ന് ഒരു ദിവസം മൊത്തം സാറിൻ്റെ കൂടെ ഇങ്ങനെ, അന്ന് ഞാനും അസീസിക്കയും റോണി ഇവരൊക്കെ ഉള്ളൂ, വേറെ വലിയ ആർട്ടിസ്റ്റുകളൊന്നും അധികം ഇല്ല. അപ്പം ഇവർ മെയിനാണല്ലോ, കണ്ണൂർ സ്ക്വാഡിൽ അവർ 4 പേരുമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അന്ന് ഒരു ദിവസം എനിക്ക് ഹാഫ് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ നടക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന്, ഷോട്ടില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ കൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഉറപ്പായിട്ടും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അതിന് മുന്നെയാണ് നമുക്കെന്നെ ഞാൻ പറഞ്ഞ് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മറ്റേ എൻ്റെ ഒരു പരസ്യം ദുൽഖറും സമന്തയായിട്ട് ചെയ്തൊരു പരസ്യമാണ് സാറിന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് ഈ ഒരു പരസ്യമാണ്. കാര്യം എസ്പെഷ്യലി ദുൽഖർ കൂടി പെർഫോം ചെയ്യുന്നൊരു പരസ്യമാണ്. അപ്പോൾ അതാണ് സാറുമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധം ഉണ്ടാക്കി തരുന്നത് ആ പരസ്യത്തിലൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കളങ്കാവിൽ വന്നപ്പോൾ സാറ് തന്നെ ഈ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ സാറുണ്ട്. അത് ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത്. സാറ് ഡയറക്ടർ പറഞ്ഞു. പിന്നെ സുനിലേട്ടനൊക്കെ പറഞ്ഞു, സുനിലേട്ടനും ആൻഡോ ചേട്ടനും ഒക്കെ പറഞ്ഞു. സാറാണ് പറഞ്ഞത് ഇങ്ങനെ തിരുവനന്തപുരത്തുള്ള അവനെ വിളിക്ക്, അവൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അവാർഡായിട്ട് അന്ന് തന്നെ ഫീൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞ പ്രീ റിലീസ് ഇവൻറ്റിന് എന്നെ സ്റ്റേജിൽ കയറ്റിയതും ചേർത്ത് നിർത്തിയതും. അതൊക്കെ ഒരിക്കലും അത് ഞാൻ കരുതിയില്ല. ഞാൻ ഇപ്പം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ അടുത്ത് കിട്ടിയതുകൊണ്ട്. കാര്യം ഫ്രണ്ട് റോയിൽ അദ്ദേഹം ഇരിക്കുന്നു, സെക്കൻഡ് റോയിൽ ഞാനും ഇപ്പം ഡയറക്ടർ, ഞങ്ങളെല്ലാം കൂടെ ഒരു റോയിൽ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സാറ് കയറുന്നു. സാർ പടത്തെ പറ്റി പറയുന്നു, സാറിൻ്റെ പ്രൊഡക്ഷൻ ആണല്ലോ. അപ്പം അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും അടുത്ത് കിട്ടിയില്ല. അന്നാണെങ്കിലും ഭയങ്കര സുന്ദരമായിട്ടിരിക്കുക സാർ. അപ്പം ആ ഒരു ബ്ലൂ ഡ്രസ്സിലൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്. അപ്പം ഞാൻ മൊബൈലിൽ അടുത്ത് കിട്ടിയതല്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ എടുത്ത് നല്ല രീതിയിൽ അടുത്ത് ഇങ്ങനെ നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് പോയിട്ട് വന്നിട്ട് ജിബിൻ, അപ്പോൾ ജിതിനുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ജിതിനെ ഇരിക്കുന്നു, നമ്മുടെ ഡയറക്ടറെ. അവർ ആണോ നിങ്ങളത് വിളിക്കണം, ചെല്ലെന്ന് പറയും. ഞാൻ പറയും എന്നെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വിറയിലങ്ങ് താഴെ പോയി. എനിക്ക് എന്ത് പറയണോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. അപ്പം അപ്പം അതെൻ്റെ വീഡിയോയിൽ തന്നെ അറിയാം, ഇങ്ങനെ തെറിച്ച് താഴേക്ക് ആ വിഷ്വൽസ് എല്ലാം തറച്ചെന്ന് അങ്ങനെ പോകുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ചെന്നിട്ട് എനിക്ക് എന്ത് പറയണമെന്നുള്ളത്, ഇപ്പോൾ ഫ്രണ്ടിൽ ജോഷി സാർ ഇരിക്കുന്നു, അങ്ങനെ കുറേ മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാവരും ഉണ്ട് അവിടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുക. അപ്പം ഞാനെല്ലാവരും കണ്ടിങ്ങനെ കയറി മുകളിലേക്ക് ചെന്നിങ്ങനെ എന്നിട്ട് വാ എന്ന് പറഞ്ഞ് മയക്കിഞ്ഞ് തന്നപ്പോൾ പെട്ടെന്ന് എവിടെ തുടങ്ങണമെന്നുള്ളൂ. എനിക്ക് സാറിനെ പറ്റി പറയണോ അതേ സിനിമയെ പറ്റി പറയണോ എന്നുള്ള ഒരു അങ്കലാപ്പിലായിപ്പോയി. പറഞ്ഞു തുടങ്ങിയിട്ട് അങ്ങനെ സ്റ്റക്കായി. അപ്പോൾ അതാണ് ഇപ്പോൾ വേദിയിലുള്ള അവിടെ അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സാറും ചിരിച്ചിട്ട് ഇങ്ങനെ ഇത് വാങ്ങിയിട്ട് അത് പറഞ്ഞ് എന്തോ പറഞ്ഞു തുടങ്ങാം. അപ്പം നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് പറയുന്ന ആളുടെ ഈ മുഴക്കം കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് പറയുന്നത്. എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കാര്യമായിട്ടൊക്കെ പോയിട്ട് എന്താ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് സാറ് പറഞ്ഞു, നമ്മൾ ചില യാത്രകൾ പോകുമ്പോൾ ഈ വളരെ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് ചില പഴങ്ങൾ വന്ന് ഫ്രണ്ടിൽ വീഴാറില്ലേ, ഈ അങ്ങനെ
അങ്ങനെ മുന്നിൽ വന്ന് വീണ ഒരാളാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞെന്താ നിങ്ങൾ ഡേസിറ കണ്ടില്ലേ, പൊളിച്ചിട്ടില്ലേ ഇയാൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കൈയടിക്കുകയും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടേ ഞാനങ്ങ് പൊട്ടി നിൽക്കുക. എന്ത് പറയണമെന്നറിയില്ല, എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഒരു സെക്കൻഡ് കൂടെ ചിലപ്പോൾ ഞാൻ ആ മൊമെൻറ്റിൽ നിന്നിട്ട് ചിലപ്പം അങ്ങ് വീണു പോയേനെ. ആ ലെവലിൽ ഞാനങ്ങ് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടൊരു വല്ലാത്തൊരു മൊമെൻ്റ് അത് ഇരിക്കുന്നു. അതാ പറയാം, മലയാളത്തിലെ വലിയ സിനിമാക്കാർ എല്ലാവരും അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുമ്പോഴാണ് സാറ് ഇങ്ങനെ ചേർത്ത് നിർത്തിയാൽ പറയണത്. ഞാനിങ്ങനെ കുഴഞ്ഞ് നിൽക്കുക, മീൻസ് ഞാനിങ്ങനെ വല്ലാതിരിക്കുക. അപ്പോഴാണ് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടാണ് ഇങ്ങനെ കിട്ടിയതാ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാറ് ഡീസറെ കണ്ടിരുന്നുള്ള ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് സാറത് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വേറൊരു ലെവലിലായിപ്പോയി.